അങ്ങാടികൾ കൈയടക്കിയ സൗന്ദര്യ പ്രദർശനത്തിൽ സമുദായത്തിൻ്റെ നാമമുള്ള പാർട്ടികളും മറ്റ് മുസ്ലിം നാമധാരികളും നിറഞ്ഞു നിൽക്കുന്നതിൽ ഈമാനുള്ളവർക്ക് അസഹ്യം തന്നെയാണ്. എന്നാൽ ഈ ആഭാസങ്ങൾക്ക് പിന്തുണ നൽകുന്ന മുസ്ലിം നാമധാരികളായ നേതാക്കന്മാർക്ക് ഇനി എന്നാണ് ബോധം വരിക? അള്ളാഹുവിൻ്റെ ദീൻ കൈകാര്യം ചെയ്യേണ്ട മഹല്ല് ഭാരവാഹികൾ ഉൾപ്പെടെ ഈ ആഭാസങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണല്ലോ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ രംഗത്ത് വരുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ. എന്തിനാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ രംഗത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടതെല്ലാം ഇസ്ലാം നൽകിയിട്ടുണ്ടല്ലോ. അധികാരമല്ല അവർക്ക് വേണ്ടത്, ആൾക്കൂട്ടത്തിനിടയിൽ പ്രത്യക്ഷപ്പെടലല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് വേണ്ടതെല്ലാം ഇസ്ലാം അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സ്ത്രീകളെ രംഗത്തിറക്കാൻ, അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, നാളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോകുന്ന ദിവസം ഇതിന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. തീർച്ചയായും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. സംവരണം അത് വേണം, ചിലപ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. രാജ്യത്തിൻ്റെ നിയമം അത് അങ്ങനെ സംവരണം അങ്ങനെ ആയി വന്നാൽ, പക്ഷേ സംവരണത്തിൽ മുസ്ലിം സ്ത്രീകളെ തന്നെ നമുക്ക് കൊടുക്കണം നിർബന്ധമുണ്ടോ? മറ്റുള്ളവർ മത്സരിച്ചോട്ടെ, മറ്റുള്ളവർക്ക് മതപരമായി വിലക്കില്ലെങ്കിൽ അവർ മത്സരിക്കട്ടെ എന്നല്ലേ നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ സ്ത്രീകളെ എന്തിനാണ് ഇത്തരത്തിലുള്ള അധികാരത്തിൻ്റെ പിന്നിൽ എത്തിക്കാൻ മുസ്ലിം നാമധാരികളും വിശ്രുത നേതാക്കളെന്ന് പറയുന്നവർ പോലും ശ്രമിക്കുന്നത്? എന്തിനാണ്? എന്ത് ഖൈറാണ് അവർക്ക് ആഖിറത്തിൽ ഇതുകൊണ്ട് ലഭിക്കുന്നത്?